പ്രേക്ഷകരെ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ സന്ദർശനം തുടരുകയാണ്. വെസ്റ്റ് ആഫ്രിക്കൻ രാജ്യമായ ഘാനയിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം അത് ചരിത്രപരമായിരുന്നു. കാരണം 1995-ൽ PV നരസിംഹറാവു ആണ് അവസാനമായി ഘാന സന്ദർശിച്ചത്. അങ്ങനെ 30 വർഷത്തിനു ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഘാന സന്ദർശിക്കുന്നതും. അപ്പോൾ അങ്ങനെ ഏത് രീതിയിൽ നോക്കിയാണെങ്കിലും ആ ഒരു സന്ദർശനം അത് ചരിത്രപരമായിരുന്നു. ഘാനയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വലിയ സ്വീകരണമായിരുന്നു ലഭിച്ചത്. പ്രധാനമന്ത്രിക്ക് ഓഫീസർ ഓഫ് ദി ഓർഡർ, ദ സ്റ്റാർ ഓഫ് ഘാന നൽകിയാണ് ആ രാജ്യം ആദരിച്ചത്. ഘാനയുടെ പരമോന്നത ബഹുമതിയാണ് നമ്മൾ ഈ പറഞ്ഞത്. ഘാന പ്രസിഡന്റ് ജോൺ ഹോമയുമായി ചേർന്ന് പ്രധാനമന്ത്രി ഒപ്പിട്ടത് പ്രധാനമായും 4 കരാറുകളാണ്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ കരാർ, എന്തൊക്കെയാണ് ആ കരാറുകളുടെ പ്രത്യേകത എന്ന്. ഇതിൽ ആദ്യത്തെ കരാർ, ആ കരാറാണ് സാംസ്കാരിക കൈമാറ്റ പദ്ധതി 2025-2029. ഈ പദ്ധതി അനുസരിച്ച് കല, സംഗീതം, നൃത്തം, സാഹിത്യം, പാരമ്പര്യം, ടൂറിസം എന്നിവയിലുള്ള സഹകരണത്തിനാണ് ഈ കരാർ ഉള്ളത്. ഇനി അടുത്ത രണ്ടാമത്തെ കരാറിലേക്ക് വന്നാൽ അത് ഗുണനിലവാര മാനദണ്ഡങ്ങൾ, അതായത് ഇന്ത്യയിലെ BIS പറയുമ്പോൾ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സും അതുപോലെ ഘാനയുടെ GSA, ഘാന സ്റ്റാൻഡേർഡ്സ് അതോറിറ്റിയും തമ്മിലാണ് ഈ കരാർ. ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരത്തിൽ വളർച്ചയ്ക്കും വാണിജ്യത്തിനും സഹായിക്കുന്നതാണ് ഈ കരാർ എന്ന് എടുത്തു പറയണം. ഇനി അടുത്തതിലേക്ക് വരികയാണെങ്കിൽ അത് പാരമ്പര്യ വൈദ്യശാസ്ത്ര സഹകരണമാണ്. ഘാനയുടെ ITAM, അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രഡീഷണൽ ആൻഡ് ഓൾട്ടർനേറ്റീവ് മെഡിസിനും അതുപോലെ ഇന്ത്യയുടെ ITRAയും തമ്മിലാണ് ഈ ഒരു കരാർ. ആയുർവേദ പഠനം, അതിനോടൊപ്പം തന്നെ ഗവേഷണം എന്നിവയിൽ സഹായം ഉണ്ടാകും. ഇനി അടുത്തൊരു കരാർ, നാലാമത്തെ കരാറിലേക്കും അത് അവസാനത്തെ കരാറിലേക്ക് വന്നാൽ അത് യുക്തമായ സംയുക്ത കമ്മീഷൻ രൂപീകരണമാണ്. ബന്ധങ്ങളുടെ വിലയിരുത്തലിന് ഹൈ ലെവൽ ചർച്ചകൾ നിശ്ചയമായി നടത്തുക എന്നുള്ളതാണ് ഈ കരാറിലൂടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് ഈ 4 കരാർ വരുന്നത്. ഈ കരാറുകളൊക്കെ ഒപ്പിട്ടതിനു ശേഷം പിന്നീട് പ്രധാനമന്ത്രി ഘാനയുടെ പാർലമെന്റ് സന്ദർശിക്കുകയായിരുന്നു. അവിടെ നമ്മുടെ ഇന്ത്യൻ ഡ്രസ്സിൽ 2 പേരെ പ്രധാനമന്ത്രി കാണുകയും ചെയ്തു. ഒരാൾ ഷെർവാണിയിലും മറ്റൊരാൾ ലെഹങ്കയിലുമാണ് അവിടെ എത്തിയത്. പ്രധാനമന്ത്രി പിന്നീട് ആ സെഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ 2 പേരോടും സംസാരിക്കുന്നതുമൊക്കെ ആ ദൃശ്യങ്ങളുമൊക്കെ പുറത്ത് വന്നതുമാണ്. വളരെ മനോഹരമായിരുന്നു ആ ദൃശ്യങ്ങളുമൊക്കെ. അതൊരു വേറിട്ട കാഴ്ചയായിട്ട് മാറുകയും ഒക്കെ ചെയ്തു. ഇതിനൊക്കെ ശേഷം ഈ മറ്റ് പ്രധാനപ്പെട്ട കരാർ, പ്രധാനമായും 4 കരാറുകളാണെങ്കിൽ കൂടി ഈ ഒരു സന്ദർശനത്തിന്റെ ഫലമായി ഉണ്ടായ മറ്റ് ഫലങ്ങൾ കൂടി നമ്മൾ പരിശോധിച്ചാൽ അവ പ്രധാനമായും ആദ്യത്തേത് വാണിജ്യ വളർച്ച ലക്ഷ്യം വയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ സന്ദർശനത്തിലൂടെ നിലവിലെ ഇന്ത്യ ഘാന വ്യാപാരം അത് $3 ബില്യൺ ആണ്. ഇതിനെ 5 വർഷത്തിനുള്ളിൽ ഇരട്ടിയാക്കുകയാണ് ഈ 2 രാജ്യങ്ങളും തമ്മിൽ ലക്ഷ്യമിടുന്നത്. മറ്റൊന്ന് UPI ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം ഘാനയുമായി കൈമാറാൻ ഇന്ത്യ തീരുമാനിച്ചു എന്നുള്ളതാണ്. ഇന്ത്യയുടെ UPI സാങ്കേതിക വിദ്യ ഘാനയ്ക്ക് നൽകാൻ തയ്യാറായിട്ടുണ്ട്. അടുത്ത 6 മാസത്തിനുള്ളിൽ GHIPSS വഴി UPI പ്രവർത്തനക്ഷമമാക്കാനാണ് നിലവിൽ ഈ കരാറുകളിലൂടെ പദ്ധതിയിടുന്നത്. ഇനി പ്രതിരോധ സഹകരണം ലക്ഷ്യമിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഇതിൽ വരുന്നത് പരിശീലനം, ഉപകരണങ്ങൾ, ഭീകരവാദത്തിനെതിരെ ചേർന്ന നിലപാട് എന്നിവയൊക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം പറയുന്നത് അത് കൃഷി, ഭക്ഷ്യസുരക്ഷ എന്നിവയാണ്. ഘാനയെ ആഫ്രിക്കയിലെ ഫുഡ് ബാസ്ക്കറ്റ് ആക്കുകയാണ് ഇതിലൂടെ ഇന്ത്യ ലക്ഷ്യം വയ്ക്കുന്ന മറ്റൊരു കാര്യം. ഇതിന് ഇന്ത്യ പൂർണ്ണമായ പിന്തുണയും അറിയിച്ചിട്ടുണ്ട്. ഇനി വരുന്നത് ആരോഗ്യം, വാക്സിൻ എന്നിവയാണ്. ഈ പാരമ്പര്യ വൈദ്യശാസ്ത്രം, വാക്സിൻ നിർമ്മാണം എന്നിവയൊക്കെ പിന്തുണയ്ക്കുന്നു ഇന്ത്യ. ഘാനയെ കുറച്ചും കൂടി ആ ഒരു ലെവലിൽ കുറച്ചും കൂടി മുന്നോട്ട് കൊണ്ടുവരാൻ ലക്ഷ്യമിടുന്നതാണ് ആ ചർച്ചയിലൂടെ ഇന്ത്യ ലക്ഷ്യമിട്ടത്. മറ്റൊന്ന് മൂലധാതുക്കളും ഖനനവും. അതിലേക്ക് വന്നാൽ റയർ എർത്ത് എലമെന്റ്സ്, അതുപോലെ തന്നെ ധാതുക്കളിലെ സഹകരണം. ചൈനയെ ആശ്രയിക്കാതെ വൈവിധ്യമായ പദ്ധതികൾക്ക് ഘാനയ്ക്ക് വഴിയൊരുക്കുന്ന തരത്തിലായിരുന്നു ഇന്ത്യയുടെ നിലപാടുകൾ. ഗ്ലോബൽ സൗത്ത് പങ്കാളിത്തമാണ് അടുത്തത്. ഗ്ലോബൽ സൗത്ത് പങ്കാളിത്തത്തിലേക്ക് വരുമ്പോൾ G20-യിൽ ആഫ്രിക്കൻ യൂണിയന്റെ സ്ഥിരം അംഗത്വത്തിന് ഇന്ത്യയുടെ പിന്തുണ അത് പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ ഒരു സന്ദർശനം വഴിയുണ്ടായ മറ്റ് ഫലങ്ങളൊക്കെ. നിലവിലിപ്പോൾ ഈ ഘാന സന്ദർശനമൊക്കെ പൂർത്തിയാക്കിയിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ സന്ദർശിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം അർജന്റീന, ബ്രസീൽ, നമീബിയ രാജ്യങ്ങളിലുമൊക്കെ സന്ദർശനം നടത്തും. ഇവയെല്ലാം തന്നെ, അതായത് നമ്മൾ ഈ പറഞ്ഞ ഈ രാജ്യങ്ങൾ 5 രാജ്യങ്ങളും ഗ്ലോബൽ സൗത്ത് കൺട്രീസ് ആണ്. ഈ രാജ്യങ്ങളെല്ലാം ഒന്നിപ്പിക്കാനും അവയെ നയിക്കാനുമാണ് ഈ ഒരു 5 ദിവസത്തെ സന്ദർശനം കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷ്യമിടുന്നത്. ഈ 5 രാജ്യങ്ങൾക്കും
ഏറെക്കുറെ സമാനമായ ആവശ്യങ്ങളും താല്പര്യങ്ങളും ഒക്കെയാണ്. പക്ഷേ ഇവർ ഇതുവരെയും ഇത്രയും കാലമായിട്ടും ഇതുവരെയും ഒരൊറ്റ ശബ്ദത്തിൽ അവരുടെ പൊതു ആവശ്യം ഒരു വേദിയിലും ഉന്നയിച്ചിട്ടില്ല. ഒരിടത്തും അവരൊരു ഒരുമ പ്രകടിപ്പിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു അവസ്ഥയ്ക്ക് ഒരു മാറ്റം കൊണ്ടുവരിക, അതാണ് പ്രധാനമായും പ്രധാനമന്ത്രി ഈ യാത്രയിലൂടെ ലക്ഷ്യമിടുന്ന ഒരു കാര്യം. ഇന്ത്യയുടെ ഈ സ്ട്രാറ്റജിയെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാം സ്ലോലി ടേക്കിംഗ് ഷേപ്പ് എന്ന് വിളിക്കാം. അതായത് ഇപ്പോൾ നമ്മൾ പറയുന്ന പോലെ അതിനെ കറക്റ്റ് ഒരു മലയാളത്തിലേക്ക് വരികയാണെങ്കിൽ സാവധാനത്തിൽ രൂപപ്പെടുത്തിയെടുക്കുക എന്ന് പറയാം അല്ലേ. ഇനി ഇന്ന് $2 ബില്യൺ ഖാനയുമായിട്ടുള്ള ഒരു കരാറിലേക്ക് വരികയാണെങ്കിൽ $2 ബില്യൺ ഖാനയിൽ 900 ഇന്ത്യൻ പ്രോജക്റ്റുകൾ വിവിധ ഘട്ടങ്ങളിലായി നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വിദേശ സന്ദർശനത്തിൽ പ്രധാനമന്ത്രി മോദി ആദ്യം ഖാന തിരഞ്ഞെടുത്തതും. ഇനി നമുക്ക് നോക്കാം ഈ യാത്ര അത് നമുക്ക് എത്രത്തോളം ഗുണകരമാകുന്നുണ്ട് എന്ന്. പ്രധാനമന്ത്രിയുടെ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ സന്ദർശനം ഇപ്പോഴും തുടരുകയാണ്. നാളെ നമുക്ക് അവിടെ നിന്നുള്ള വിവരങ്ങൾ വളരെ വിശദമായി പരിശോധിക്കുകയും ചെയ്യും. ഇതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 5 ദിവസത്തെ സന്ദർശനം. ഒപ്പം തന്നെ ഘാനയിൽ അവിടെ നടത്തിയ ചർച്ചകളും കരാറുകളും കാര്യങ്ങളുമൊക്കെ ഇങ്ങനെയാണ്.